ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം റൂറൽ എസ്.പി. കിരൺ നാരായണ IPS അവറുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പരിപാടിയുടെ ഔപചാരിക കർമ്മം നിർവഹിച്ചതിന് ശേഷം കലാപരിപാടികൾ ആരംഭിക്കാം. മാഡത്തെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ഉദ്ഘാടന പരിപാടി ആരംഭിക്കാം. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി B. സന്ധ്യ അവരെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാനിയായ വാവനപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജീവോ ശ്രീവിദ്യ, അതുപോലെ വനിതാ സംഗമം, നമ്മുടെ കലാപരിപാടികൾ നമ്മുടെ സുപ്രസിദ്ധ ഗായിക അവനിയെ കൊണ്ട് നിർവഹിച്ചു കഴിഞ്ഞു. നമ്മുടെ വനിതകളുടെ സംഗമം നമ്മുടെ മേഡം തിരക്കിലായതുകൊണ്ട് വളരെ എത്തുമെന്ന് നമുക്ക് ഉറപ്പ് തന്നതുകൊണ്ട് നമ്മൾ നീട്ടിവെക്കുകയാണ് ചെയ്തത്. നമ്മുടെ വനിതാ സംഗമത്തിന്റെ ഉദ്ഘാടനത്തിൽ നമ്മുടെ വനിതകളുടെ ഏവരുടെയും പ്രിയപ്പെട്ട നമുക്ക് എല്ലാവർക്കും വളരെയധികം ആദരവുള്ള നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീമതി കിരൺ നാരായണ IPS അവറുകളെ ഈ വാവനപുരം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്ത്രീകളുടെ പേരിലും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിലും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ആനച്ചൽ വാർഡ് മെമ്പർ ശ്രീമതി സുനീത സലീമിനെ സ്വാഗതം ചെയ്യുന്നു. വാമനപുരം വാർഡ് മെമ്പർ ശ്രീമതി വിനിതകുമാരിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വഴവേലിക്കോണം വാർഡ് മെമ്പർ ശ്രീമതി ഷീജ രാമേന്ദ്രനെ സ്വാഗതം ചെയ്യുന്നു. പൂവത്തൂർ വാർഡ് മെമ്പർ ശ്രീമതി ശ്രീജ PS സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി സബീന ബീഗത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടെ ICDS സൂപ്പർവൈസർ ശ്രീമതി പ്രഭാബാബുവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ വാമനപുരം ഗ്രാമപഞ്ചായത്തിന്റെ ജീവനക്കാര്, മറ്റ് ബഹുമാന്യരായ ജനപ്രതിനിധികൾ, യോഗത്തിൽ സംബന്ധിക്കുന്ന മറ്റ് എല്ലാ സഹോദരി സഹോദരന്മാരെയും നാട്ടുകാരെ എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഉദ്ഘാടന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ ബഹുമാനീയ ഉദ്ഘാടക ശ്രീമതി കിരൺ നാരായണ IPS അവറുകൾ, അതുപോലെ തന്നെ ഇവിടെ സ്റ്റേജിലിരിക്കുന്ന നമ്മുടെ ബഹുമാന്യരായ ജനപ്രതിനിധികളെ, നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി, ICDS സൂപ്പർവൈസർ, മറ്റ് ബഹുമാന്യരെ, നമ്മളിപ്പം ഒരുപാട് നേരം നമ്മൾ കാത്തിരുന്നു. വളരെ ആകാംക്ഷയോടെ മാഡം വരാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും പേരും കാത്തിരിക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ മാഡം നേരത്തെ വന്നിരുന്നുവെങ്കിൽ കുറച്ച് പേരെങ്കിലും കൊഴിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ ഇവരെ ഇടയ്ക്കിടയ്ക്ക് തിരക്കുന്നുണ്ടായിരുന്നു, എപ്പോഴാണ് മാഡം എത്തുന്നത്. ഞാൻ പറഞ്ഞു എന്തായാലും എത്തും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടുമിക്ക വനിതാ ജംഗ്ഷൻ പരിപാടിയും മാഡമാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒത്തിരി യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. മാഡം ഒരുപാട് ആക്റ്റീവായിട്ട് ഈ പരിപാടിയിൽ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വളരെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് മാഡത്തെ ക്ഷണിക്കുന്നു. പ്രസിഡന്റ് ശ്രീമതി ശ്രീവിദ്യ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ബഹുമാന്യരെ, അമ്മമാരെ, ചേച്ചിമാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ വനിതാ ജംഗ്ഷൻ്റെ ഒരു പ്രോഗ്രാം എല്ലാ പഞ്ചായത്ത് ലെവലിൽ ഈ മാസം തുടങ്ങിയതാണ്. ജൂലൈയിൽ ഞങ്ങൾ പോലീസിൻ്റെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് സ്ത്രീ സുരക്ഷാ സംവാദം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം പഞ്ചായത്ത് ലെവലിൽ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കേൾക്കാമോ? അപ്പോൾ ആ പരിപാടിയിൽ നമ്മൾ നേർക്കുനേർ എല്ലാ സ്ത്രീകളും, ഹരിതകർമ്മസേന, അംഗൻവാടി ടീച്ചേഴ്സ്, മാറ്റ് തൊഴിലാളികൾ, മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, പല മേഖലകളിൽ ഉള്ള സ്ത്രീകളുമായിട്ട് ചർച്ചകൾ നടത്തി. അപ്പം ഇപ്പം ഈ വനിതാ ജംഗ്ഷനും മറ്റ് പല വനിതാ ജംഗ്ഷൻ പ്രോഗ്രാമിലും ഞാൻ പോയപ്പം കണ്ടത് ഒരു കലാപരിപാടിയായിട്ട് അത് ഒതുങ്ങി തീരാൻ പാടില്ല. ഇതൊരു തുടക്കമാവണം. നമ്മൾ വനിതകൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്താണ്, ആ ഇഷ്യൂസിന് സൊല്യൂഷൻ എന്താണ്, ആ സൊല്യൂഷൻ ഔട്ട്കം ആയിട്ട് തന്നെ തീരുമാനിച്ച് എന്ന കാര്യങ്ങൾ നടപ്പിലാക്കണം. ഇപ്പോൾ സാംസ്കാരിക പ്രോഗ്രാം എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ പഴയ കാലങ്ങളായിട്ട് തന്നെ പല തെറ്റ് കാര്യങ്ങൾ നമ്മൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതിലും ഏതിലൊക്കെയാണ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത്, എവിടെയാണ് നമ്മളത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനങ്ങളും ഇതേപോലത്തെ വേദികളിലും ചർച്ചകളിലും എല്ലാവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ട് അത് നടപ്പിലാക്കണം. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ റോഡിൽ നടക്കുന്ന സ്വാതന്ത്ര്യം അതല്ലേ ഇപ്പോൾ വനിതാ ജംഗ്ഷനിൽ രാത്രി നടത്തൽ പറയുന്നേ. അപ്പോൾ അതിൽ എന്താണ് തടസ്സം? എന്താ തടസ്സം റോഡിൽ നടക്കാൻ? നടക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഭയമാണോ? ഭയമുണ്ട്. എന്തുകൊണ്ടാ ഭയം? ആക്രമിക്കും. അപ്പൊ ആക്രമണം ആണുങ്ങൾക്കെതിരെ ഉണ്ടാവുമല്ലോ. രാത്രിയിൽ നമ്മൾ സ്റ്റേഷനിൽ എത്ര കേസാണ് എടുക്കുന്നത്? ആണുങ്ങൾ തമ്മിൽ അടി കൂടുമ്പോഴും ആക്രമണം തന്നെയല്ലേ. അപ്പൊ സ്ത്രീകളുടെ ഇതിൽ എന്താ വ്യത്യാസം? മാനഭംഗമാവും അല്ലേ. ഈ കുടുംബത്തിന്റെ മാനം മുഴുവൻ സ്ത്രീകളുടെ തലയിൽ ആരാ ഉത്തരവാദിത്വം തന്നെ? ഈ നാണക്കേട് എന്ന് പറഞ്ഞ് സ്ത്രീകളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി തീർക്കാനുള്ള ഒരു വാക്കാണത്. ഈ മാനം എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ആലോചിച്ചാൽ മതി. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് ഇരിക്കുമ്പോൾ ചർച്ച ചെയ്യണം. എവിടെയാണ് മാനം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അത് റോഡിൽ നടക്കുമ്പോൾ ആരും മോഷ്ടിച്ചോണ്ട് പോകും. അപ്പോൾ ഈ മാനം നമ്മൾ എന്തുകൊണ്ടാണ് ദേഹത്തിന് ലിങ്ക് ചെയ്യുന്നത്? ദേഹമായിട്ട് ലിങ്ക്ഡ് ആണോ? ഇപ്പോൾ ഒരു പൗരന് റോഡിൽ നടക്കാൻ എല്ലാവിധ അവകാശമുണ്ട്. റൈറ്റ് ടു മൂവ്മെന്റ് അല്ലേ, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. അപ്പോൾ ആ അവകാശം വേണ്ടാന്ന് വെക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. എന്തുകൊണ്ടാ? അതിക്രമം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാവുമ്പോൾ മാനം പോകുന്ന പേടിച്ചിട്ടാണ്. അല്ലാതെ ഒരു പോരലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയാൽ അതിന് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനെ മാനത്തിലോട് ലിങ്ക് ചെയ്യും. അതാണ് അതിന്റെ പ്രശ്നം. അതുപോലെ തന്നെ ഇപ്പം വേറെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ റോഡ് സൈഡിൽ ഒരു ആക്രമണത്തിന് ഇരയായിട്ടുള്ള ഒരു സ്ത്രീ ബോധമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അവരെ സഹായിക്കാൻ ദേഹത്തിന് ധരിച്ചിരിക്കുന്ന വസ്ത്രം നമ്മൾ ഊരിക്കൊടുക്കും. ആ സമയത്ത് മാനത്തിന്റെ കാര്യം ഓർക്കോ? ഇല്ല. എന്തുകൊണ്ടാ? അവിടെ നമ്മൾ സംരക്ഷണം ചെയ്യല്ലേ. അപ്പൊ നമ്മുടെ തന്നെ ഐഡന്റിറ്റി തിരിച്ചറിവ്, സ്വയംനെ തിരിച്ചറിയുന്ന സംരക്ഷകയാണെന്നുള്ള ഒരു തിരിച്ചറിവിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് വസ്ത്രം ഊരി കൊടുത്താലും മാനഭംഗം ആവുന്നില്ല. അപ്പൊ മാറ്റർ സെയിം അല്ലേ, റോൾ മാറി. അപ്പൊ നമ്മളെ കൺട്രോൾ ചെയ്യാനാണ് ഈ മാനത്തിനെ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതെ ഇരിക്കണം, ആ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് സ്ത്രീകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ആക്രമണം ആയ ഇരയാവുമ്പം പണ്ടത്തെ ഗ്രൂപ്പ്സ്, ക്ലാൻസ് അല്ലെങ്കിൽ ട്രൈബ്, അവർ തമ്മിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പകരം പൈസ കൊടുക്കുമോ, അല്ലെങ്കിൽ ഒരു ഈ പശുവിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പോലെ ആ ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ തന്നെ എങ്ങനെയാണ് ഇവരെ ഒരു ഒബ്ജക്റ്റായിട്ട്, ഒരു പ്രോപ്പർട്ടി ആയിട്ട് കാണുന്നത്, അതുപോലെയാണ് ഈ ഒരു മാനത്തിന് ഒരു വില നിശ്ചയിക്കുന്നത്. അപ്പോൾ മാനം അല്ലെങ്കിൽ ആക്രമണം ആയിട്ടുണ്ടെങ്കിൽ മാനം നഷ്ടപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് വന്നത് പണ്ട് കാലം മുതലേ അങ്ങനെയാണ് വന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇനിയെങ്കിലും മാറ്റിയെടുക്കണം. ഇത് ആരെങ്കിലും നമ്മളെ ശല്യം ചെയ്യുകയാണെങ്കിൽ അതൊരു ക്രൈമാണ്. അതിനെ ക്രൈമിനെ പോലെ കണ്ടിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്യണം. അതിൽ നാണക്കേട് വിചാരിക്കാൻ പാടില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞു സംരക്ഷകയുടെ റോളിൽ ഒരു കാര്യം പറഞ്ഞു. അതേപോലെ ഇപ്പൊ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ഒരു അസുഖം വന്നു, ക്യാൻസർ ആണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, പ്രഗ്നന്റ് ആണ്, ബേബി ജനിക്കുന്ന ടൈമായി, അപ്പോൾ നാണോ ആവോ ഡോക്ടറിന്റെ അടുത്ത്? ഇല്ലല്ലോ. അവിടെ നമ്മൾ പേഷ്യൻ്റ് ആണ് അല്ലേ. പിന്നെ ഒരു അമ്മ കുഞ്ഞിനെ മുല വെട്ടുന്നു, പാല് കൊടുക്കുന്നു, കുഞ്ഞിന്റെ മുമ്പിൽ നാണാവോ? ഇല്ല. അവിടെ അമ്മയാണെന്നുള്ള തിരിച്ചറിവാണ് പ്രാബല്യത്തിലിരിക്കുന്നത്. അപ്പോൾ ഏതാണ് റോൾ, അതാണ് ഐഡന്റിറ്റി അല്ലേ.
അപ്പോൾ ഈ സ്ത്രീ ആണെന്ന് പറഞ്ഞിട്ട് ഉള്ള റോൾ ഒന്നെങ്കിൽ സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ ഗാർഹിക ബന്ധത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ ഓഫീസിലായാലും, ഇപ്പോൾ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും, MLA ആയാലും, MP ആയാലും, രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് ആയാലും, രാജ്യത്തിലെ പ്രധാനമന്ത്രി ആയാലും സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വ്യത്യാസമുണ്ടോ? ഇല്ല. അവിടെ എന്തിന്റെ ബലമാണ്? ഒപ്പിന്റെ അല്ലേ? ഇപ്പം പ്രസിഡന്റ് വിചാരിച്ച ഒരു ഒപ്പിട്ട 1,00,000 രൂപ ഇന്ന കാര്യത്തിന് സാങ്ഷൻ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ എന്തിനാണ് പവർ ഉള്ളത്? പെൻ. ഇപ്പൊ നമ്മള് ആണുങ്ങള് ചെക്ക് എഴുതുമ്പോൾ 1,00,000 ചെക്ക് എഴുതാണ്, 10,00,000 ചെക്ക് എഴുതാണ്. അപ്പൊ ആ പവർ എന്തുകൊണ്ടാണ് പുരുഷന്മാരെ എപ്പോഴും പൈസ ആർജിക്കാനുള്ള ഒരു തിടുക്കത്തിലിരിക്കുന്നത്? ആ തിടുക്കം സ്ത്രീകൾക്ക് ഇല്ലല്ലോ. സ്ത്രീകൾക്ക് സ്നേഹമാണ് കൂടുതൽ വില കൊടുക്കുന്നത്, ആണുങ്ങൾ പവറിനെയാണ് കൂടുതൽ വില കൊടുക്കുന്നത്. ആ ഒരു ബേസിക് ഡിഫറൻസ് കൾച്ചറലി അത് ഇൻബിൽട്ട് ആയിട്ടുണ്ട്. ബട്ട് അതേ സമയത്ത് നമ്മൾ ആ തിരിച്ചറിവ് നമ്മളുണ്ടാവണം. ഈ സ്ത്രീ ആണെന്നുള്ള ഐഡന്റിറ്റി നമ്മുടെ ആകെ ഈ പരസ്പരം ബന്ധത്തിൽ മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കി ഒരു സ്ഥലത്തും, ഒരു ജോലി സ്ഥലത്തും, പല മേഖലകളിലും ഇപ്പോൾ സ്ത്രീകൾ വരുന്നുണ്ട്. അപ്പോൾ ആ എല്ലാ സ്ഥലത്തും സ്ത്രീ ആണെന്ന് പറഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ ലേറ്റ് ആവുമോ അല്ലെങ്കിൽ അപ്പോൾ അതിലൊരു വേറെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലായിടത്തും വർക്കിംഗ് വുമൻ ഉണ്ട്. അപ്പോൾ വർക്കിംഗ് വുമൻ വീടുകളിൽ ഒരു 6 മണിക്കൂർ ജോലി അധികം ചെയ്യുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കണം, മക്കളെ സ്കൂളിലേക്ക് റെഡിയാക്കണം, വീട് വെടുപ്പാക്കണം, തുണികൾ കഴുകണം, പാത്രം കഴുകണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോകാൻ. അപ്പോൾ ശരാശരി ബാക്കി ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 6 മണിക്കൂർ എക്സ്ട്രാ ഓവർ ടൈമാണ്. ആ ഓവർ ടൈമിന് ആരും പേ ചെയ്യുന്നില്ല അല്ലേ? അതേസമയം അത്രേ ജോലി തന്നെ ഓഫീസിൽ ആണുങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ തിരിച്ചു വന്ന് ആ വീട് ജോലിയും പങ്കുവെച്ചാലേ അത് ജീവിത പങ്കാളി ആവുള്ളൂ. അതാണ് ഇപ്പൊ സ്ത്രീയുടെ ഐഡന്റിറ്റി എന്ന് പറയുമ്പം നമ്മൾ ഒരു പാട്ടുണ്ടല്ലോ, തുടക്കം എങ്ങനെയാ? തുടക്കം മാംഗല്യം തന്നനാനേന. പിന്നെ പാട്ട് പാടാനേ നാണം വരുന്നു. പിന്നെ ജീവിതം തുന്തനാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സ്നേഹബന്ധമല്ലേ കല്യാണം. അപ്പോൾ സ്നേഹത്തിന്റെ 7 നിലകളുണ്ട്, സ്റ്റെപ്സ് അല്ലെങ്കിൽ ഫേസസ് ഉണ്ട്. അതിൽ ആദ്യം ആകർഷണം, പിന്നെ മതിഭ്രമം, പിന്നെ സ്നേഹം, വിശ്വാസം, ആരാധന, ഉന്മാദം, അതെല്ലാം കഴിയുമ്പോൾ മരണം. അപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ച് അത്രയും സ്നേഹിക്കുന്നു, ഞാൻ മരിച്ചു പോകുന്നൊക്കെ പറയില്ലേ? അപ്പൊ മരിച്ചു പോകുന്നു പറയുന്നത് ശരിക്കും മരിക്കണതാണോ? ആണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യുന്നതാ? എന്താ? അഹന്തത ഇല്ലാണ്ടാവുന്നതാണ്. നീയും ഞാനും ഒന്നാണെന്നുള്ളൊരു തിരിച്ചറിവ്. അപ്പൊ നീയും ഞാനും ഒന്നാണെന്ന് പറയുന്ന സ്നേഹത്തിൽ ആ ലെവലിൽ എത്തിയാലാണ് മാക്സിമം ഹയസ്റ്റ് ലെവൽ അറ്റൈൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗാർഹിക പീഡനം. അപ്പൊ നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നതാണ് ഗാർഹിക പീഡനം. അപ്പൊ അതിലും ഇതേപോലെ 7 നിലയുണ്ട്. അത് ആദ്യം ഭീഷണിപ്പെടുത്തലിൽ തുടങ്ങും, ചിലപ്പോൾ ആംഗ്യം കാണിക്കും, ചിലപ്പോൾ പറയും മിണ്ടരുത്. അപ്പൊ നേരത്തെ നമ്മൾ റൈറ്റ് ടു മൂവ്മെന്റിന്റെ കാര്യം പറഞ്ഞു, അതുപോലെയാണ് റൈറ്റ് ടു സ്പീച്ച്. അപ്പൊ ആ ഗാർഹിക ബന്ധത്തിൽ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ തന്നെ മിണ്ടരുതെന്ന് പറയുമ്പോൾ എന്താണ്? അത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ തടസ്സം വെക്കുകയാണ്. അപ്പൊ പൗരനാണ് നമുക്ക് റൈറ്റ് ടു സ്പീച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നതല്ലേ. അപ്പൊ ആ റൈറ്റ് ടു സ്പീച്ച് എങ്ങനെയാ വീടിന്റെ ഉള്ളിൽ വരുമ്പോ കട്ടാവുന്നേ, തടസ്സപ്പെടുന്നേ? അത് പാടില്ല. അതിനടുത്താണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, എന്ത് അഭിവ്യക്തിയുടെ സ്വാതന്ത്ര്യം.
അതുപോലെ ഭീഷണിപ്പെടുത്തും. പിന്നെ വൈകാരികമായിട്ട് കൃത്രിമം നടത്തും. അതെങ്ങനെയാ? നിന്നെ കല്യാണം കഴിഞ്ഞ പിന്നെ എൻ്റെ ജീവിതം തൊലഞ്ഞു, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞു. ഇപ്പോൾ സ്പെഷ്യലി പൈസയുടെ കാര്യത്തിലാണ് ഏറ്റവും അധികം കാണുന്നത്. ഇപ്പോൾ ഇത്രയും 100 പവൻ തികഞ്ഞ് കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ 50 പവൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊണ്ടുവന്നില്ല. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പം ജീവിത പങ്കാളിനെയാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? നമ്മൾ കാശ് കൊടുത്തിട്ട് പിന്നെ ഈ ഗാർഹിക പീഡനം സഹിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ, ഇരയാവാൻ വേണ്ടിയിട്ട് എന്തിനാ ഗേൾസിനെ പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പോൾ അത് തന്നെ ആദ്യം മനസ്സിലാക്കണം, പെൺകുട്ടികൾ അത് മനസ്സിലാക്കണം. ഇതൊരു പാർട്ട്ണർഷിപ്പാണ്, പാർട്ട്ണർഷിപ്പിൽ ഈക്വൽ ആണ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഈക്വൽ പാർട്ട്ണർഷിപ്പാണ്. ഇപ്പോൾ അംബാനിയും അഡാനിയും ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായാൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തെറ്റിയാൽ അവിടെ നാണക്കേടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഒരു സ്ത്രീ വേറെ ഒരു വീട്ടിലേക്ക് പോകുന്നു, ഒരു ജീവിത പങ്കാളിയായിട്ട് ജീവിക്കുന്നു, അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തെറ്റുമാണ്, ബഹുമാനം ഇല്ലാണ്ടാവുകയാണ്, സ്നേഹം ഇല്ലാണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഗാർഹിക പീഡനം ഉണ്ടാവുകയാണ്. അപ്പോൾ അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തെറ്റുമ്പം നാണക്കേടൊന്നുമില്ല. അത് പാർട്ട്ണർഷിപ്പ് തെറ്റുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തെറ്റിയാൽ അത് പരാതിപ്പെടണം, പ്രതികരിക്കണം. അത് ഇതേ അവസാനത്തെ ലെവലിൽ ഇത് ഒറ്റപ്പെടുത്തലാക്കും, വീട്ടുകാരോട് സംസാരിക്കാൻ സമ്മതിക്കില്ല, പിന്നെ പൈസ കൊടുക്കുന്നത് നിർത്തും, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീ ആണെങ്കിൽ അവരുടെ ATM കാർഡ് വാങ്ങിച്ചു വെക്കും. അപ്പോൾ ഇതുപോലെ അവസാനമാകുമ്പോൾ ദേഹോപദ്രവം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പോലീസിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ അറിയുള്ളൂ. അതിന് മുമ്പത്തെ എല്ലാ സ്റ്റേജിലും കൂടുതൽ അടുത്ത് ഇടപെടുന്ന സമൂഹത്തിലിരിക്കുന്ന എല്ലാ ജനപ്രതിനിധി ആയാലും സോഷ്യൽ വർക്കേഴ്സ് ആയാലും അവർക്ക് ഇത് ഇടപെടാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഗാർഹിക പീഡനം ഇതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുകയോ ഇവർക്ക് കൗൺസിലിംഗ് ഏർപ്പാടാക്കുകയോ ചെയ്യണം. അപ്പോഴേ അതൊരു സ്മൂത്തായിട്ട്, ഒരു പരസ്പര ബഹുമാനവും ബന്ധവും ഉണ്ടാകുമ്പോഴേ അത് സ്മൂത്തായിട്ട് പോവുള്ളൂ. അപ്പം നമ്മൾ പണച്ചാക്കുമായിട്ട് പെൺകുട്ടികളെ കെട്ടാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുമ്പം വിചാരിക്കണം, ഇത് നമ്മൾ അവർക്ക് വളമിട്ട് കൊടുക്കുകയാണ്. എത്രയും നമ്മൾ കൂടുതൽ പൈസ കൊടുക്കുന്നത് അത്രയും അധികം ഇത് ഗാർഹിക പീഡനത്തിന് നമ്മളൊരു റീസൺ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും തടയണം. പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഈ കാര്യം കൊച്ചിലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലേ അവർക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അത് രണ്ടുപേരും, പെൺകുട്ടികളും പറയണം, ഒരു പൈസ പോലും കൊടുക്കാൻ പാടില്ല, ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് അവർ തന്നെ തീരുമാനിക്കണം. അപ്പോൾ നമ്മുടെ പുരോഗമനത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ശാക്തീകരണത്തിന് ഏറ്റവും അധികം തടസ്സമാവുന്നത് നമ്മൾ പ്രതികരിക്കാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കണം. പിന്നെ ഇത്രയും ഇത് ഉണ്ടാവുമ്പോൾ സഹിച്ച് അടക്കി വെച്ച് അവസാനം ഒരു ദിവസം നാഗവല്ലിയെ പോലെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്ത് പറയും? ഇതുപോലെ ഇതാണ് ശരി, ബോയ്സ് ആണെങ്കിൽ ഇതാണ് ശരി എന്ന് വിചാരിക്കും, അവരും ഇതേപോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് തെറപ്പി, കൗൺസിലിംഗ്, അവർക്ക് എന്തുകൊണ്ടാണ് മുൻകോപം ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ആത്മാഭിമാനം കുറയുന്നത്, എന്തുകൊണ്ടാണ് സ്ത്രീ പ്രതികരിക്കുമ്പോൾ അത് അഹങ്കാരമാണെന്ന് പറഞ്ഞ് വയലൻ്റ് ആവുന്നത്, ഇതെല്ലാം കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ചാലേ അതിന് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഇത്രയും സീരിയസ് ആവും, എല്ലാവരും സീരിയസ് ആയി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവസാനം ഒരു ലാസ്റ്റ് ഒരു സോങ് കൂടി പറയാം. ഈ ഒരു സോങ് സിനിമയിൽ ഒരു പാട്ടുണ്ട്, എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ, കേട്ടിട്ടുണ്ടോ? അതാരാ പാടുന്നേ? പാടാവോ? എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എൻ്റെ അച്ഛൻ കട്ടോണ്ട് പോയി, അച്ഛൻ്റെ ബ്രാൻഡി കുപ്പി അമ്മ കുടിച്ചു തീർത്തു. അമ്മച്ചിക്ക് നല്ല സന്തോഷം ആ പാട്ട് കേട്ടപ്പോൾ. അപ്പൊ ഇത് പറയണത് ബ്രാൻഡി കുപ്പി കുടിക്കാനാണോ ഉദ്ദേശിക്കുന്നേ? അല്ല. എന്താ ഉദ്ദേശിക്കുന്നേ? നിങ്ങൾ എൻ്റെ കമ്മലെടുത്തു, ഞാൻ നിങ്ങളുടെ കുപ്പി എടുത്തു. അവിടെ ഒരു തുല്യതയുണ്ട്, അല്ലേ? ഗിവ് ആൻഡ് ടേക്ക്, ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്, ഗിവ് ലവ്, ടേക്ക് ലവ്. അപ്പൊ അവിടെ ഒരു കുസൃതി ഉണ്ട്. നിങ്ങൾ ഇതെടുത്തപ്പോൾ ഞാനതെടുത്തു.
അപ്പൊ തുല്യതയുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, രസം ഉണ്ടാവും, അല്ലേ? അപ്പൊ അത് നമ്മൾ ആൺകുട്ടികൾക്കും മനസ്സിലാക്കി കൊടുക്കണം, കൊച്ചിലെ തന്നെ അവർക്കും മനസ്സിലാക്കി കൊടുക്കണം. ഗേൾ എന്ന് പറയുന്നത് വീക്ക് അല്ല, ഗേൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഷീ ഈസ് നോട്ട് വീക്ക്, ഷീ ഈസ് ഡിഫറെന്റ്. ആ വ്യത്യസ്തത എന്താണെന്ന് മനസ്സിലാക്കി അതിൽ അഭിമാനം കൊള്ളണം. അതിലത്തെ നല്ല കാര്യങ്ങൾ നമ്മൾ എല്ലാവരുടെയും നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ വനിതാ ജംഗ്ഷൻ, വാമനപുരം വനിതാ ജംഗ്ഷൻ ഇന്ന് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചതായി സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ബഹുമാനിയായ പോലീസ് സൂപ്രണ്ട് ശ്രീമതി കിരൺ നാരായണൻ IPS അവരുകളെ വാമനപുരം ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഒരു ആദരവ് കൊടുക്കുന്നുണ്ട്. ഈ ആദരവ് നൽകുന്നതിന് വേണ്ടി ആരാധ്യായ പ്രസിഡന്റിനെയും സ്വീകരിക്കുന്നതിന്റെ ബഹുമാനപ്പെട്ട പോലീസ് സൂപ്രണ്ടിനെ ക്ഷണിക്കുന്നു. തുണച്ചിടണം അങ്ങനെ ഞാൻ അങ്ങോ പോവതിങ്ങനെ അങ്ങനെ ഞാൻ അങ്ങോ പോവതിങ്ങനെ
തത്ര ദേവാദികൾ പുഷ്പവൃഷ്ടി. ശങ്കരൻ മകൾ കാളി ഓങ്കാരൂപിണി അമ്മേ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ. മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ. കൊടുങ്ങല്ലൂരു നല്ലമ്മ ദേവിക്ക് മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ. കൊടുങ്ങല്ലൂരു നല്ലമ്മ ദേവിക്ക് മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ. മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ. മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ. മനന്നൊന്തു വിളിക്കണ നേരത്ത് മനതാരില് വന്നമ്മ. ദൂരെ നിന്ന് ചിലമ്പൊലി കേട്ട് അടിയന്റെ കനവാണ്. കലിതുള്ളി കരിങ്കാളി കാവിൽ അമ്മ ദേവി ചിലമ്പാട്ടം. നീലകണ്ഠന്റെ ഓങ്കാരകാളി കാർമൂടി കെട്ടഴുകി. മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ. മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ.
കഴിഞ്ഞാടി കാവിൽ നീറങ്ങമ്മ കാളി വരമഞ്ഞൽ ചേലുള്ള കാളി വാടാർ മല്ലിച്ചൂടിയോളെ ശ്രീലകം വാഴുന്നൊരമ്മേ അകതാരിൽ വരം ചൊരിയേ കള്ളം കൊട്ടി കളക്കോല് കൊട്ടി വള്ളോന്റെ വലന്താളം 16 പത്മകളത്തിൽ തെരിറങ്ങ് ശ്രീകുറുമ്പേ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തിയോട്ടെ വെള്ളരി കർമ്മങ്ങളുണ്ട് ചെന്തെങ്ങിൽ തെളിനീരും തുടി കൊട്ടി പാടുന്നു ഞാനേ തമ്പുരാട്ടിയെ കേട്ടുണര് ചെറുമന്റെ പതിപ്പാട്ട് കേട്ട് അമ്മ ദേവി എഴുന്നള്ളി കഥ പാടുന്ന വള്ളോന്റെ ചങ്കിൽ അമ്മ ദേവി കുടിയിരുന്നേ അമ്മ ദേവി കുടിയിരുന്നേ അമ്മ ദേവി കുടിയിരുന്നേ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തോട്ടെ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കുറി ചാർത്തോട്ടെ കുറുമ്പക്കാവിലമ്മ കൂടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ കുറുമ്പക്കാവിലമ്മ കൂടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ കുറുമ്പക്കാവിലമ്മ കൂടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ അമ്മേ നാരായണ ദേവി നാരായണ അമ്മേ 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 അമ്മേ
കോഴിക്കല്ലിൽ മൂടിയ ദുരിതം അമ്മേ കൊടുങ്ങല്ലൂരമ്മേ അംഗനവാടി അമ്മേ കൊടുങ്ങല്ലൂരമ്മേ ഓടിയുടുത്ത് കോമരമായി കോപം കൊണ്ട് കളിക്കും പെണ്ണ് അമ്മേ കൊടുങ്ങല്ലൂരമ്മേ അംഗനവാടി അമ്മേ കൊടുങ്ങല്ലൂരമ്മേ ില കൊണ്ടൊരു നേരം മഞ്ഞപ്പൊടിയിൽ നൽകുന്നമ്മ അമ്മേ കൊടുങ്ങല്ലൂരമ്മേ അമ്മേ കൊടുങ്ങല്ലൂരമ്മേ കുങ്ങിനടിയിൽ ഇളനീർ വെച്ച് ദാരിക വീരാപോരിനുമായും അമ്മേ കൊടുങ്ങല്ലൂരമ്മേ അമ്മേ കൊടുങ്ങല്ലൂരമ്മേ തന്നാരം പാടടോ അവിടുമിടിച്ച് കൂറയെടുത്ത് ചുറ്റമ്പലവും വാഴ്ത്തുന്നമ്മ അമ്മേ കൊടുങ്ങല്ലൂരമ്മേ അമ്മേ കൊടുങ്ങല്ലൂരമ്മേ അംബിക തന്നുടെ ചരിതം കേട്ടിട്ടാർക്കും കോപം വേണ്ടെന്നാണോ അമ്മേ കൊടുങ്ങല്ലൂരമ്മേ അമ്മേ കൊടുങ്ങല്ലൂരമ്മേ കോഴിയെടുത്ത് കുരുതി കൊടുത്ത് കോഴിക്കല്ലിൽ മൂടിയ ദുരിതം അമ്മേ കൊടുങ്ങല്ലൂരമ്മേ അംഗനവാടി അമ്മേ കൊടുങ്ങല്ലൂരമ്മേ ഓടിയുടുത്ത് കോമരമായി കോപം കൊണ്ട് കളിക്കും പെണ്ണ് അമ്മേ കൊടുങ്ങല്ലൂരമ്മേ അംഗനവാടി അമ്മേ കൊടുങ്ങല്ലൂരമ്മേ പാടുമ്പോ കൂടാ പാടാത്തോനെ താരക 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 പാടട 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 അടുക്കും കൊല്ലം രാജന്മകളായി എന്നൊരു കോവിലിരിക്കും കണ്ടേ അമ്മേ കൊടുങ്ങല്ലൂരമ്മേ അംഗനവാടി അമ്മേ കൊടുങ്ങല്ലൂരമ്മേ കറുത്തു വെട്ടി നാക്കിലെ വെച്ച് മാലിരിപ്പും വാഴ്ത്തുന്നമ്മേ അമ്മേ കൊടുങ്ങല്ലൂരമ്മേ അംഗനവാടി അമ്മേ കൊടുങ്ങല്ലൂരമ്മേ കോഴിയെടുത്ത് കുരുതി കൊടുത്ത് കോഴിക്കല്ലിൽ മൂടിയ ദുരിതം അമ്മേ കൊടുങ്ങല്ലൂരമ്മേ അംഗനവാടി അമ്മേ കൊടുങ്ങല്ലൂരമ്മേ ഓടിയുടുത്ത് കോമരമായി കോപം കൊണ്ട് കളിക്കും പെണ്ണ് അമ്മേ കൊടുങ്ങല്ലൂരമ്മേ അംഗനവാടി അമ്മേ കൊടുങ്ങല്ലൂരമ്മേ തന്നാനേ
കണ്ടത്തില് ആരാണ്ട കൊത്തണത്, ആരാന്റെ തെങ്ങുമേല് ആരാണ്ട ചെത്തണത്. നല്ല ചങ്കാവില് കോരന്റെ കുട്ടിയാണ്, ഞാനാണ്ട പാടത്തെ കരുമണി മുത്താണ്. കളിക്കും കോരനും കടിഞ്ഞൂല് ഞാനാണ്ട, കാക്കൂനും ചിരുതയ്ക്കും കുഞ്ഞാഞ്ഞ ഞാനാണ്ട. തടകളെ നേരം പോയി മുമ്പേലും ഞാനുണ്ട്, മാളോരെ കൂട്ടിട്ട് കൊയ്യാനും ഞാനുണ്ട്. ഞാറുമുങ്ങണ് വരവും മുടന് നേരം അങ്ങനെ കണ്ട, കോളുമുങ്ങണ് ഓളുമുങ്ങണ് ഓപ്പമുങ്ങണ് കണ്ട. താത്തി കൊയ്യാണ് താളത്തി കൊയ്യാണ് നീട്ടി കൊയ്യാണ് കണ്ട, വട്ടി നിറയ്ക്കണ് കൊട്ട നിറയ്ക്കണ് താഴി നിറയ്ക്കണ് കണ്ട. നാടി വന്നപ്പം ദേവി വന്നതും മുരളി പോയതും കണ്ട, വൈറ്റടി വന്നപ്പം നാടറിഞ്ഞതും നെങ്കരി പെട്ടതും കണ്ട. വേല വന്നതും പാല പൂത്തതും മണം പറഞ്ഞതും കണ്ട, വീട്ടിപ്പാടണ കൂത്തുമാടത്തി പാവകളാണെന്ന കണ്ട. നേരാണ് നേരാണ് നേരം കറുക്കണ്, രാമായണ കഥ പിന്നെയും പാടണ്. തരി കഞ്ചാവാണ് കടിയും തുള്ളണ്, വെള്ളോ കേൾക്കണ് താളോ കേൾക്കണ്. കൃഷ്ണ നിൻ ദ്വാരകയെവിടെ, ദൂരം ഏറെ നടന്നു കുചേലൻ, ഏറെ നടന്നു കുചേലൻ. കൃഷ്ണ നിൻ ദ്വാരകയെവിടെ, കാഴ്ച വെക്കാനി അവിൽ പൊതിയും കാലം കാത്തു സൂക്ഷിക്കുമീ ഓർമ്മകളും. കാഴ്ച വെക്കാനി അവിൽ പൊതിയും കാലം കാത്തു സൂക്ഷിക്കുമീ ഓർമ്മകളും. കീറക്കുടയും വടിയുമായി നിൻ പൂരം തേടി വരും കുചേലൻ. കീറക്കുടയും വടിയുമായി നിൻ പൂരം തേടി വരും കുചേലൻ. ദൂരം ഏറെ നടന്നു കുചേലൻ, ഏറെ നടന്നു കുചേലൻ. കൃഷ്ണ നിൻ ദ്വാരകയെവിടെ, ദൂരം ഏറെ നടന്നു കുചേലൻ, ഏറെ നടന്നു കുചേലൻ. കൃഷ്ണ നിൻ ദ്വാരകയെവിടെ.
സോപാനഗാന തിരതഴുകും സ്വർണത്താമര പോല സിംഹാസനത്തിൽ സോപാനഗാന തിരതഴുകും സ്വർണത്താമര പോല സിംഹാസനത്തിൽ ചാരയിടത്ത് ശ്രീദേവിയുമായി വാഴും ശ്യാമളവർണ്ണനെ തേടി ചാരയിടത്ത് ശ്രീദേവിയുമായി വാഴും ശ്യാമളവർണ്ണനെ തേടി ദൂരം ഏറെ നടന്നു കുചേലൻ ഏറെ നടന്നു കുചേലൻ കൃഷ്ണ നിൻ ദ്വാരകയെവിടെ ദൂരം ഏറെ നടന്നു കുചേലൻ ഏറെ നടന്നു കുചേലൻ കൃഷ്ണ നിൻ ദ്വാരകയെവിടെ കാരുണ്യമൂർത്തി തൻ കമ്രരൂപം ഒന്നു കാണുവാൻ കണ്ടൊന്ന് കൺകുളിർക്കാം കാരുണ്യമൂർത്തി തൻ കമ്രരൂപം ഒന്നു കാണുവാൻ കണ്ടൊന്ന് കൺകുളിർക്കാം ജീവിതം കൊയ്തേറ്റിയ ദുഃഖത്തിൻ പാഴവൽ കാണിക്ക വയ്ക്കാം ജീവിതം കൊയ്തേറ്റിയ ദുഃഖത്തിൻ പാഴവൽ കാണിക്ക വയ്ക്കാം കൃഷ്ണ പാദങ്ങൾ തേടും കുചേലൻ പാദങ്ങൾ തേടും കുചേലൻ കൃഷ്ണ നിൻ ദ്വാരകയെവിടെ ദൂരം ഏറെ നടന്നു കുചേലൻ ഏറെ നടന്നു കുചേലൻ గమ్మ పద సరి గమ్మ పని సరి గమ్మ పక్క సరి గమ్మ ప దని ద పద దని గరి నిద మగరి సరి గమ రి గమ ప గమ పద మ పద ని గరి రి స సని ని ద ద ప గరి రి స సని ని ద ద ప గరి రి స సని ని ద ద ప గరి సని ద ప రి గమ ప ద జ మ ప ద ప ని గరి సని ద రి సని ద ప సని ద ప ద రి గమ ప ద స రి గమ ప ని స రి గమ క క ల ప్లావిల
താങ്ക് യു. Rഘുകുലാദ്വയ രത്നദീപം രഘുകുലാദ്വയ രത്നദീപം രഘുകുലാദ്വയ രത്നദീപം അരവിന്ദ ദളായ ദാശം അരവിന്ദ അരവിന്ദ ദളായ ദാശം അരവിന്ദ ദളായ ദാശം നിശാചര വിനാശകരം വിനാശകരം രാമോ നിശാചര വിനാശകരം നമാമി जानकी